ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്കൊക്കെ ഒരുപാട് പ്രയോജനകരമായ നല്ല കുറച്ച് ടിപ്സുകളുമായിട്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് ഒന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പം നമുക്ക് നമ്മുടെ ആദ്യത്തെ ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ വീടുകളിലൊക്കെ ഇതുപോലുള്ള ഐസ്ക്രീം ഒക്കെ വാങ്ങിക്കുന്ന ചെറിയ ഡബ്ബകളൊക്കെ ഉണ്ടാകും. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ കറിവേപ്പിലൊക്കെ എങ്ങനെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാലും അത് ഒരാഴ്ചയൊക്കെ കഴിയുമ്പോൾ ഒരുമാതിരി കറുത്ത കളറാകും, വെള്ളമൊക്കെ കയറി കറുത്ത കളറാകും. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാണ്ട് കൊണ്ട് നിങ്ങൾ പേപ്പറോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറോ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നിങ്ങൾ നന്നായിട്ടൊന്ന് തുടച്ചതിന് ശേഷം വൃത്തിയായി കഴുകി തുടച്ചതിന് ശേഷം കറിവേപ്പില ഇതുപോലെ നിങ്ങൾ ഇട്ട് വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിലോ ഒന്നും സൂക്ഷിക്കേണ്ട ആവശ്യമില്ല. വെളിയിൽ വെച്ചാൽ കൂടെ ഒരാഴ്ചയ്ക്ക് മേലാണെങ്കിലും നിങ്ങളുടെ കറിവേപ്പില നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ ആ ഒരു കറിവേപ്പില എങ്ങനെയുണ്ട് എന്നുള്ളതും കൂടെ നിങ്ങൾക്കൊന്ന് കാണിക്കാം. അപ്പോൾ ഈ ഒരു ഐസ്ക്രീം വാങ്ങിക്കുന്ന ഇങ്ങനെയുള്ള ഡബ്ബകളൊന്നും ഇനി നിങ്ങൾ ആരും കളയണ്ട കേട്ടോ. ഇതുപോലുള്ള ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഒന്ന് ഉപയോഗിച്ച് നോക്കുക. നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് എപ്പോഴും നമ്മൾ എല്ലാ കാര്യത്തിനും വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു കറിവേപ്പില. അപ്പോൾ അതെപ്പോഴും ഫ്രഷായി ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു നല്ല ടിപ്പാണ്. ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ അതാ ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ ആ ഡബ്ബ നിങ്ങൾക്കൊന്ന് തുറന്ന് കാണിക്കുന്നുണ്ട്. ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച ആ ഒരു ഡബ്ബയിൽ നമ്മൾ ഇട്ട് വെച്ച കറിവേപ്പില നല്ല ഫ്രഷ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ വേണ്ടിയിട്ട് സാധിക്കും. കളറൊന്നും ചേഞ്ച് ആയിട്ടില്ല. അപ്പോൾ ഒരാഴ്ച ഞാനൊന്ന് ഉപയോഗിച്ചിട്ടൊന്നുമില്ല, നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കിയിട്ട് അങ്ങനെ വെക്കാറായിരുന്നു. അപ്പോൾ അത് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ കറിവേപ്പില ഉണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് കറിവേപ്പില സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമോ പേപ്പറോ ന്യൂസ് പേപ്പറോ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇനി അതുപോലെ തന്നെ ഫ്രിഡ്ജൊന്നും ഇല്ലാണ്ട് കൊണ്ട് നമുക്ക് തക്കാളി ഒരുപാട് ദിവസത്തേക്ക് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു ടിപ്പാണ്. അപ്പോൾ ഇതുപോലുള്ള ട്രെയിൽ നമുക്ക് കുറച്ച് പൊടിയിപ്പ് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചിലപ്പോൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് നല്ല പഴുത്ത തക്കാളിയൊക്കെ ആയിരിക്കും കിട്ടുക. അപ്പോൾ അത് നമ്മൾ എങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചാലും അത് പെട്ടെന്ന് തന്നെ കേടായി പോകും. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാണ്ട് കൊണ്ട് നമുക്ക് ഇതുപോലുള്ള പാത്രങ്ങളിൽ ഉപ്പ് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ എത്ര തക്കാളി ഉണ്ടോ അത് ഇതുപോലെ ആ ഒരു മേൽഭാഗം കമിഴ്ത്തി ഇതുപോലെ നിങ്ങൾ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ ഒരുപാട് ദിവസത്തേക്ക് നമുക്ക് തക്കാളി കേടുകൂടാണ്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതിനുവേണ്ടി ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഒരു ടിപ്പും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം. സാധാരണഗതിയിൽ നമ്മൾ ബീഫൊക്കെ വേവിക്കുന്ന സമയത്ത് അതുപോലെ തന്നെ നോൺ വെജൊക്കെ വേവിക്കുന്ന സമയത്ത് ഒരുപാട് വിസിലൊക്കെ വിടേണ്ടി വരും, അല്ലെങ്കിൽ ഒരുപാട് നേരമാവും കുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഗ്യാസൊക്കെ ചിലവാകും. അപ്പോൾ അങ്ങനെ ഇല്ലാണ്ട് കൊണ്ട് നമ്മൾ ഇതുപോലുള്ള നോൺ വെജൊക്കെ കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു നല്ല ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ എപ്പോഴും പോലെ നമ്മൾ നോൺ വെജ് കുക്ക് ചെയ്യുന്ന പോലെയൊക്കെ കുക്ക് ചെയ്യുക. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ചെയ്യേണ്ട ഒരു ചെറിയൊരു കാര്യമാണ്. അതുപോലെ തന്നെ നമുക്ക് വേഗത്തിൽ നമുക്ക് നോൺ വെജൊക്കെ കുക്കായി കിട്ടും. അപ്പോൾ ഇതുപോലുള്ള ചെറിയൊരു കഷ്ണം ചിരട്ടയാണ് കേട്ടോ ഞാൻ ആ ഒരു കൂട്ടത്തിൽ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ചിരട്ട ഇതുപോലെ ഇടുന്നത് കൊണ്ട് തന്നെ നമുക്ക് നോൺ വെജ് നല്ല ടേസ്റ്റും ഉണ്ടാവും. അതുകൊണ്ട് ഒരു ടേസ്റ്റ് കുറവോ വ്യത്യാസമോ ഒന്നും ഉണ്ടാവില്ല, നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ നമ്മൾ ചിരട്ട ഇട്ട് കുക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഒരു ടിപ്പും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഞാൻ കുറച്ച് ടാൽക്കം പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ മുഖത്തിടാൻ മാത്രമാണ് നമ്മൾ ഇതൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതല്ലാണ്ട് കൊണ്ട് നമുക്കൊരു നല്ല യൂസ് ഉണ്ട്. അതെന്താണെന്ന് കണ്ടു നോക്കാം. ഞാൻ ഏകദേശം 1 ടീസ്പൂണോളം ടാൽക്കം പൗഡർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ബേക്കിംഗ് സോഡയ്ക്ക് ബാഡ് സ്മെല്ലൊക്കെ റിമൂവ് ചെയ്യാനുള്ളൊരു കഴിവുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അതും കൂടി ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ചെറിയൊരു പിഞ്ച് ഓഫ് അളവ് മഞ്ഞൾപ്പൊടി കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പൗഡറിൻ്റെ സ്മെല്ലും അതുപോലെ തന്നെ നമ്മുടെ ബേക്കിംഗ് സോഡയും മഞ്ഞൾപ്പൊടിയൊക്കെ ആയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിൻ്റെ യൂസ് ഒന്ന് നമുക്ക് എന്താണെന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മളിതുപോലുള്ള ചൂലൊക്കെ മഴക്കാലത്തൊക്കെ നമുക്ക് എപ്പോഴും കഴുകാൻ പറ്റില്ല. കഴുകിയാൽ തന്നെ നമുക്കത് ഉണങ്ങി കിട്ടില്ല. അങ്ങനെ നമ്മൾ കഴുകാണ്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് ചിലപ്പോൾ അതിൽ നിന്നൊക്കെ ബാഡ് സ്മെല്ല് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു നല്ല ടിപ്പാണ്. നമ്മൾ മിക്സ് ചെയ്ത് റെഡിയാക്കിയ ഈ ഒരു പൗഡർ നമ്മൾ കുറച്ച് ഇതുപോലെ ഈ ഒരു ചൂലിൻ്റെ മുകളിലേക്കായിട്ട് ഇതുപോലെ ഒന്ന് തൂവി ടെസ്റ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല സ്മെല്ലുണ്ടാവും. അതുപോലെ തന്നെ ബാഡ് സ്മെല്ലൊന്നും നമുക്ക് ആ ഒരു ചൂലിൽ നിന്ന് വരില്ല. മഞ്ഞൾപ്പൊടിയൊക്കെ ആഡ് ചെയ്ത് കൊടുത്തത് കൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും ബാക്ടീരിയസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ചൂലിൽ നിന്ന് പോയിക്കോളും. അപ്പോൾ നമുക്ക് വാഷ് ചെയ്തിട്ടില്ലെങ്കിലും നല്ല വൃത്തിയായിട്ട് തന്നെ നമുക്ക് നമ്മുടെ ചൂല് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ മഴക്കാലത്തൊക്കെ നമുക്ക് എന്തായാലും നമുക്ക് ചൂലൊന്നും വാഷ് ചെയ്യാൻ പറ്റില്ല. ഇതൊരു നല്ല ടിപ്പാണ്. ഉറപ്പായിട്ട് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മളിതുപോലെ പൗഡറൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് തട്ടി കൊടുക്കുകയാണെങ്കിൽ എന്തെങ്കിലും അഴുക്കും കാര്യങ്ങളും അല്ലെങ്കിൽ ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടോട്ടെ. അതുപോലെ ജെംസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതൊക്കെ പോയി കിട്ടി ചൂല് നല്ല വൃത്തിയാകും. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.
അപ്പോൾ ഇനി അതുപോലെ തന്നെ നമുക്ക് വയ്യാണ്ടിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ എപ്പോഴും മഴയൊക്കെ ആകുമ്പോൾ നമുക്ക് ദിവസം വീടൊന്നും തുടച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. അപ്പോൾ നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ച ഈ ഒരു പൗഡറും അതുപോലെ തന്നെ ബേക്കിംഗ് സോഡയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർത്തിട്ടുള്ള ഈ ഒരു മിക്സ് ജസ്റ്റ് കുറച്ചൊന്ന് എടുക്കുക കേട്ടോ. എന്നിട്ട് കുറച്ചായിട്ട് നിങ്ങൾ ഇതുപോലെ ഫ്ലോറിൽ ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് ചൂലുകൊണ്ട് അടിച്ചോരി എടുക്കുകയാണെങ്കിൽ നല്ല വൃത്തിയുണ്ടാകും. അതുപോലെ തന്നെ പൗഡറിൻ്റെ സ്മെല്ലും നമ്മൾ ബേക്കിംഗ് സോഡയൊക്കെ ഇട്ട് കൊടുത്തതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും അഴുക്കും കാര്യങ്ങളും ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ അതും റിമൂവായി കിട്ടും. നമ്മുടെ മഞ്ഞപ്പൊടിയൊക്കെ നമ്മൾ ചേർത്ത് കൊടുത്തത് കാരണം തന്നെ എന്തെങ്കിലും ബാക്ടീരിയസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് റിമൂവായി കിട്ടും കേട്ടോ. അപ്പോൾ മഴക്കാലത്തൊക്കെ നമുക്ക് എപ്പോഴും അടിച്ചു വരാൻ വേണ്ടിയിട്ട് സാധിച്ചില്ലെങ്കിലും വീട് വൃത്തിയാക്കാൻ വേണ്ടി സാധിച്ചില്ലെങ്കിലും ഇതുപോലെ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ പൗഡർ ഇട്ട് കൊടുത്തുകൊണ്ട് ഒരിക്കലും നമുക്കത് സ്ലിപ്പ് ആവില്ല. ഫ്ലോർ നമ്മൾ കുറഞ്ഞ അളവാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അപ്പോൾ ഉറപ്പായിട്ട് ഇന്നത്തെ എല്ലാ ടിപ്സും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് പ്രയോജനകരമായെന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് ഒന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.